ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. ഭീകരവാദത്തിനെതിരെ ഇന്ത്യയും മലേഷ്യയും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ക്വാലലംപൂരിൽ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ US ഇടക്കാല വ്യാപാര കരാർ കർഷക താൽപര്യങ്ങൾ പൂർണ്ണമായും സംരക്ഷിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേന്ദ്രമന്ത്രി അമിത്ഷായുടെ ഛത്തീസ്ഗഡ് സന്ദർശനം തുടരുന്നു. റായ്പൂരിൽ ഇന്ന് ചേരുന്ന ഉന്നതതല യോഗത്തിൽ കേന്ദ്രമന്ത്രി അധ്യക്ഷത വഹിക്കും. വികസിത ഭാരതം ലക്ഷ്യമിട്ടാണ് 2026-27 കേന്ദ്ര ബജറ്റെന്ന് കേന്ദ്രമന്ത്രി കെ രാംമോഹൻ നായിഡു. സന്തോഷ് ട്രോഫി ഫൈനലിൽ ഇന്ന് കേരളം സർവീസസ് പോരാട്ടം. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ അഫ്ഗാനിസ്ഥാനെതിരെ ന്യൂസിലൻഡിന് 183 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. ഭീകരവാദത്തിനെതിരെ ഇന്ത്യയും മലേഷ്യയും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ക്വാലലംപൂരിൽ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രതിരോധം, ഇന്റലിജൻസ് പങ്കിടൽ, സമുദ്ര സുരക്ഷ എന്നിവയിൽ ഇരു രാജ്യങ്ങളും സഹകരണം വർദ്ധിപ്പിക്കുമെന്നും ശ്രീ മോദി പറഞ്ഞു. മേഖലയിലെ സമാധാനത്തിനും സാമ്പത്തിക വളർച്ചയ്ക്കുമായി ആസിയാൻ ഇന്ത്യ ചരക്ക് വ്യാപാര കരാർ വേഗത്തിൽ പുനഃപരിശോധിക്കാൻ ധാരണയായതായും പ്രധാനമന്ത്രി അറിയിച്ചു. सिक्योरिटी के क्षेत्र में हम काउंटर टेररिज्म, इंटेलिजेंस शेयरिंग और मैरीटाइम सिक्योरिटी में सहयोग मजबूत करेंगे. हम रक्षा सहयोग को भी और व्यापक बनाएंगे. AI और डिजिटल टेक्नोलॉजीज के साथ साथ हम सेमीकंडक्टर, हेल्थ और फूड सिक्योरिटी में साझेदारी को आगे बढ़ाएंगे. മലേഷ്യൻ പ്രധാനമന്ത്രിയുമായി ശ്രീ മോദി ഇന്ന് നടത്തിയ കൂടിക്കാഴ്ചയിൽ ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥ, നിർമ്മിത ബുദ്ധി, അടിസ്ഥാന സൌകര്യ വികസനം, ആരോഗ്യം, ഭക്ഷ്യസുരക്ഷ എന്നീ മേഖലകളിലെ പുതിയ സാധ്യതകളും ചർച്ച ചെയ്തു. ദുരന്ത നിവാരണം, അർദ്ധചാലക വികസനം, അഴിമതി വിരുദ്ധ പോരാട്ടം, സുരക്ഷ, സിനിമാ സംഗീത നിർമ്മാണം എന്നീ മേഖലകളിൽ ധാരണാപത്രങ്ങൾ കൈമാറി. പ്രമുഖ CEOമാരുമായും ബിസിനസ് നേതാക്കളുമായും പ്രധാനമന്ത്രി ഇന്ന് സംവദിക്കും. മലേഷ്യയിലെ തമിഴ് ഭാഷയുടെ സ്വാധീനത്തിൽ ഇന്ത്യൻ പ്രവാസികളുടെ പങ്കിനെയും അദ്ദേഹം പ്രശംസിച്ചു. സിനിമാ സംഗീത നിർമ്മാണ കരാർ തമിഴ് സിനിമയുടെയും സംഗീതത്തിന്റെയും കൈമാറ്റം വർദ്ധിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. भारत और मलेशिया को तमिल भाषा के प्रति साझा प्रेम भी जोड़ता है. मलेशिया में तमिल की मजबूत और जीवंत उपस्थिति शिक्षा, मीडिया और सांस्कृतिक जीवन में दिखाई देती. मुझे भरोसा है कि आज के ऑडियो विजुअल एग्रीमेंट से फिल्म और संगीत, विशेष रूप से तमिल फिल्में हमारे दिलों को और पास लाएगी. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മലേഷ്യയിലെത്തിയത്. വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രിക്ക് ഊഷ്മള സ്വീകരണമാണ് ലഭിച്ചത്. വിമാനത്താവളത്തിൽ നിന്ന് മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമും പ്രധാനമന്ത്രിയും ഒരേ കാറിലാണ് യാത്ര ചെയ്തത്. തുടർന്ന് പ്രധാനമന്ത്രി ക്വാലാലംപൂരിലെ ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം മലേഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള ചരിത്രപരവും സാംസ്കാരികപരവുമായ ബന്ധം നിലനിർത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മലേഷ്യയിലെ ഇന്ത്യൻ പ്രവാസി സമൂഹം നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്നും ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള ഒരു ജീവനുള്ള പാലമാണ് ഇതെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. ഇന്ത്യ US ഇടക്കാല വ്യാപാര കരാർ കർഷക താൽപര്യങ്ങൾ പൂർണ്ണമായും സംരക്ഷിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യവും കരാറിനുണ്ട്. ചോളം, ഗോതമ്പ്, അരി, പഞ്ചസാര, സോയാബീൻ, കോഴി എന്നിവ ഉൾപ്പെടെ ഇന്ത്യയിൽ വേണ്ടത്ര ഉത്പാദിപ്പിക്കുന്ന കാർഷിക പാൽ ഉൽപ്പന്നങ്ങൾക്ക് ഈ കരാറോടെ നേട്ടമുണ്ടാകും. 2047 വികസിത ഭാരതത്തിലേക്കുള്ള ഇന്ത്യയുടെ ലക്ഷ്യമാണ് ഈ കരാറെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ US ഉഭയകക്ഷി വ്യാപാരം വരും വർഷങ്ങളിൽ 45 ലക്ഷം കോടി രൂപയായി ഉയർത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും കേന്ദ്രമന്ത്രി കൂട്ടിച്ചേർത്തു. ഇന്ത്യ യൂറോപ്പിന് ഒഴിച്ചുകൂടാനാവാത്ത പങ്കാളിയെന്ന് ഗ്രീക്ക് പ്രതിരോധ മന്ത്രി നിക്കോസ് ഡെൻഡിയാസ്. യൂറോപ്യൻ യൂണിയനും പ്രത്യേകിച്ച് ഗ്രീസും ഇന്ത്യയുടെ വർദ്ധിച്ചുവരുന്ന തന്ത്രപരവും സാമ്പത്തികവുമായ പ്രാധാന്യത്തിന് അടിവരയിടുന്നുണ്ടെന്നും ഇന്ത്യ EU ഫോറം 2026 എന്ന പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞു. യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറിനും ഗ്രീസ് പിന്തുണ പ്രഖ്യാപിച്ചു. വിവിധ മേഖലകളിൽ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഫോറത്തിൽ നടന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഛത്തീസ്ഗഡ് സന്ദർശനം തുടരുന്നു. സംസ്ഥാനത്തെ മാവോ ബാധിത മേഖലകളിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ, വികസന പദ്ധതികൾ എന്നിവ വിലയിരുത്താൻ റായ്പൂരിൽ ചേരുന്ന യോഗത്തിൽ കേന്ദ്രമന്ത്രി അധ്യക്ഷത വഹിക്കും.
തുടർന്ന് റായ്പൂരിൽ നടക്കുന്ന ദേശീയ കോൺക്ലേവിലും അദ്ദേഹം മുഖ്യാതിഥിയാകും. 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെ വൈകുന്നേരമാണ് ആഭ്യന്തരമന്ത്രി ഛത്തീസ്ഗഡിൽ എത്തിയത്. വികസിത ഭാരതം ലക്ഷ്യമിട്ടാണ് 2026-27 കേന്ദ്ര ബജറ്റെന്ന് കേന്ദ്രമന്ത്രി കെ രാംമോഹൻ നായിഡു. ഇന്ത്യയുടെ സ്ഥിരമായ 7% വളർച്ചാ നിരക്ക് പ്രധാനമന്ത്രിയുടെ നേതൃത്വ പാഠവുമാണ് തെളിയിക്കുന്നത്. പ്രതികൂല ആഗോള സാഹചര്യങ്ങൾക്കിടയിലും രാജ്യം ലോകത്തിലെ 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഉയർന്നു വന്നിട്ടുണ്ടെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദ്യാർത്ഥികളുമായി സംവദിക്കുന്ന പരീക്ഷ പേ ചർച്ച 9ാം പതിപ്പിന്റെ 2ാം ഭാഗം നാളെ രാവിലെ 10 മുതൽ പരിപാടി പ്രക്ഷേപണം ചെയ്യും. തമിഴ്നാട്, ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, അസം എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുമായി പ്രധാനമന്ത്രി സംവദിക്കുന്നതാണ് 2ാം ഭാഗം. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളിലും യൂട്യൂബ് ചാനലിലും പരിപാടി ലഭ്യമാകും. വ്യാജ തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് മുംബൈ നഗരത്തിൽ താമസിച്ചുവന്ന 4 ബംഗ്ലാദേശി പൌരന്മാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അനധികൃത കുടിയേറ്റം തടയുന്നതിന്റെ ഭാഗമായാണ് ഇത്. പോലീസിന് ലഭിച്ച ഇന്റലിജൻസ് വിവരത്തെ തുടർന്ന് നടത്തിയ റെയ്ഡിലാണ് അറസ്റ്റ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. 8ാം സന്തോഷ് ട്രോഫി കിരീടം ലക്ഷ്യമിട്ട് കേരളം ഇന്ന് സർവീസസുമായി ഏറ്റുമുട്ടും. ഉച്ചയ്ക്ക് 1 മണിക്ക് അസമിലാണ് മത്സരം. സെമിയിൽ പഞ്ചാബിനെ പരാജയപ്പെടുത്തിയാണ് കേരളം ഫൈനലിൽ എത്തിയത്. ICC പുരുഷ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ അഫ്ഗാനിസ്ഥാനെതിരെ ന്യൂസിലൻഡിന് 183 റൺ വിജയലക്ഷ്യം. ടോസ് നേടിയ അഫ്ഗാനിസ്ഥാൻ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇന്നത്തെ 2ാം മത്സരത്തിൽ ഇംഗ്ലണ്ട് നേപ്പാളിനെ നേരിടും. ആദായനികുതി നിയമം 2025മായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ക്ഷണിച്ച് കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡ്. അന്തിമ വിജ്ഞാപനത്തിന് മുന്നോടിയായി ചട്ടങ്ങളും ഫോമുകളും ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ച പുതിയ നിയമം ഏപ്രിൽ 1 മുതൽ നിലവിൽ വരും. പയറുവർഗ്ഗ മേഖലയിൽ സ്വാശ്രയത്വം അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. മധ്യപ്രദേശിലെ അലംഹയിൽ പയറ് പരിപ്പ് വർഗ്ഗ ഗവേഷണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലോകയാൻ 26ന്റെ ഭാഗമായി INS സുദർശിനി ഒമാനിലെ സലാലയിലെത്തി. ഇന്ത്യയും ഒമാനും തമ്മിലുള്ള സഹകരണം ഊട്ടിയുറപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്. ഇന്ത്യയുടെ സമ്പന്നമായ സമുദ്ര പൈതൃകവും വസുദൈവ കുടുംബത്തിന്റെ ധാർമ്മികതയും ലോകമെമ്പാടും പ്രദർശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 10 മാസം നീളുന്ന ഈ സമുദ്രാന്തര യാത്ര സംഘടിപ്പിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ചർച്ച നടത്തുന്നതിനായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ബുധനാഴ്ച വാഷിംഗ്ടണിലേക്ക് യാത്ര തിരിക്കും. US ഇറാൻ കരാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്യും. വെള്ളിയാഴ്ച ഒമാനിൽ US ഇറാൻ പ്രതിനിധിതല ചർച്ച നടന്നിരുന്നു. 2026 ശൈത്യകാല ഒളിമ്പിക്സിനെതിരെ ഇറ്റലിയിലെ മിലാനിൽ ഇന്നലെ നടന്ന പ്രതിഷേധം അക്രമാസക്തമായി. 100ഓളം വരുന്ന പ്രതിഷേധക്കാർ പോലീസിന് നേരെ പുകബോംബുകൾ, കുപ്പികൾ അടക്കമുള്ളവ വലിച്ചെറിഞ്ഞു. 6ഓളം പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഒളിമ്പിക്സിനോടനുബന്ധിച്ച് നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ പരിസ്ഥിതിക്ക് നാശമുണ്ടാക്കും എന്നാണ് പ്രതിഷേധക്കാരുടെ വാദം. ജപ്പാനിലും തായ്ലൻഡിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു. തായ്ലൻഡിലാകെ 5.3 കോടി വോട്ടർമാരാണ് വിധിയെഴുതുന്നത്. ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി, ജപ്പാൻ ഇന്നൊവേഷൻ പാർട്ടി, ഡെമോക്രാറ്റിക് പാർട്ടി ഫോർ ദി പീപ്പിൾ എന്നീ പ്രധാന പാർട്ടികളാണ് ജപ്പാനിൽ മത്സരരംഗത്തുള്ളത്. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം 21-ന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. സിയാൽ എയ്റോ പാർക്ക് ആദ്യഘട്ടം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ഉദ്ഘാടനം ചെയ്യും. ഏവിയേഷൻ മേഖലയിലെ അറ്റകുറ്റപ്പണികൾ, പരിശീലനം, സാങ്കേതിക സഹായ സേവനങ്ങൾ എന്നിവ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുകയാണ് പാർക്കിന്റെ ലക്ഷ്യം. കൊച്ചി വിമാനത്താവളത്തോട് ചേർന്നുള്ള 36 ഏക്കറിലാണ് എയ്റോ പാർക്ക് സജ്ജമാക്കിയിരിക്കുന്നത്. ഉദ്യോഗാർത്ഥികൾക്ക് മെച്ചപ്പെട്ട പിന്തുണയും മാർഗനിർദ്ദേശവും നൽകുന്നതിനായുള്ള UPSC കോൾ സെന്ററിന്റെ പ്രവർത്തന സമയം നീട്ടി. 2026 സിവിൽ സർവീസസ് പരീക്ഷയ്ക്കും ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് പരീക്ഷയ്ക്കും അപേക്ഷാ ഫോമുകൾ സമർപ്പിക്കുന്ന അവസാന തീയതി വരെ ശനി, ഞായർ അവധി ദിവസങ്ങൾ ഉൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും കോൾ സെന്റർ പ്രവർത്തിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഭീകരവാദത്തിനെതിരെ ഇന്ത്യയും മലേഷ്യയും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ക്വാലലംപൂരിൽ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമുമായി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ US ഇടക്കാല വ്യാപാര കരാർ കർഷക താൽപര്യങ്ങൾ പൂർണ്ണമായും സംരക്ഷിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേന്ദ്രമന്ത്രി അമിത്ഷായുടെ ഛത്തീസ്ഗഡ് സന്ദർശനം തുടരുന്നു. റായ്പൂരിൽ ഇന്ന് ചേരുന്ന ഉന്നതതല യോഗത്തിൽ കേന്ദ്രമന്ത്രി അധ്യക്ഷത വഹിക്കും. വികസിത ഭാരതം ലക്ഷ്യമിട്ടാണ് 2026-27 കേന്ദ്ര ബജറ്റെന്ന് കേന്ദ്രമന്ത്രി കെ രാംമോഹൻ നായിഡു. സന്തോഷ് ട്രോഫി ഫൈനലിൽ ഇന്ന് കേരളം സർവീസസ് പോരാട്ടം. T20 ലോകകപ്പ് ക്രിക്കറ്റിൽ അഫ്ഗാനിസ്ഥാനെതിരെ ന്യൂസിലൻഡിന് 183 റൺ വിജയലക്ഷ്യം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 3 മണിക്ക്.